നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വീഡിയോയിലെ വിഷയം മരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. മരണം വാതിക്കലെത്തുമ്പോൾ കാണുന്ന ചില മായാ കാഴ്ചകളുണ്ട്. മരണം വാതിക്കൽ വരുമ്പോൾ കാണുന്ന ചില മായാ കാഴ്ചകൾ, അതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഞാനിവിടെ ഇടുന്നത്. ജ്യോതിഷപരമായും മനഃശാസ്ത്രപരമായും ഈ കാര്യത്തിൽ പല അറിവുകളും അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. പലരിൽ നിന്ന് കേട്ടറിവുകളും ഉണ്ടായിട്ടുണ്ട്. പുരാതന കാലം മുതൽ പലവിധ വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി മനഃശാസ്ത്രപരമായ പഠനങ്ങളും ഇതിനെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. മരണത്തോടടുക്കുന്ന ഭൂരിഭാഗം ആളുകളും ആദ്യം സംസാരിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് നേരത്തെ മരിച്ചുപോയ അച്ഛനമ്മമാർ, അവരുടെ മാതാപിതാക്കൾ, അതല്ലെങ്കിൽ ജീവിത പങ്കാളി, ഭാര്യ, ഭർത്താവ്, സുഹൃത്തുക്കൾ എന്നിവരെയൊക്കെയാണ് ഇവര് മരണം അടുക്കുമ്പോൾ കാണുന്ന മായാ കാഴ്ചകൾ. അതായത് ഇവിടെ ഒരു മരണാസന്നമായ ഒരു സമയത്ത് ഇവര് അങ്ങനെ പല മായാ കാഴ്ചകളും കാണുന്നു. അതില് കൂടുതലും ഇവര് മുൻപേ മരിച്ചുപോയ ആൾക്കാരെയാണ് കൂടുതൽ ഇവര് കാണുന്നത്. അവരടുത്ത് വരുന്നതും അവരോട് സംസാരിക്കുന്നതും ഒക്കെ ആയിട്ട് ഇവർ മനസ്സിൽ അല്ലെങ്കിൽ ഇവര് ഇത് കാണുന്നതായിട്ട് നമ്മളോട് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്നു, എന്നോട് സംസാരിച്ചു എന്നൊക്കെ ഇവര് അടുത്ത ബന്ധുക്കളോടും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞെന്ന് വരും. അവർ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അവരുടെ വിശ്വാസം എന്താണ്? ഇങ്ങനെയുള്ള ആൾക്കാർ, അച്ഛനോ അമ്മയോ ഭാര്യയോ സുഹൃത്തുക്കളോ, ഇവരെല്ലാം തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന് കാത്തു നിൽക്കുകയാണ് ഇവര് എന്ന ഒരു തോന്നല് ഈ മരണത്തോടടുക്കുമ്പോൾ ഇവർക്ക് വന്ന് ഇവർ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. അതുകൂടാതെ എങ്ങോട്ടോ യാത്ര പോകാനുള്ള ഒരു ഒരുക്കങ്ങളെ പറ്റിയും ഇവർ സംസാരിക്കും. ഞാനൊരു യാത്ര പോണേന്, അപ്പൊ ആ യാത്രയെ പറ്റിയുള്ള ചില കാര്യങ്ങളും ഇവര് സംസാരിക്കും. തങ്ങളുടെ ദൈവരൂപങ്ങളെയോ മാലാഖമാരെയോ അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രകാശ വലയത്തെയോ കാണുന്നതായി ഇവര് സംസാരിക്കാറുണ്ട്. അപ്പോ ഇവര് ഈ സമയത്ത് കൂടുതൽ ഭക്തിയുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ ദൈവാനുഗ്രഹം ഉള്ളവരും അല്ലെങ്കിൽ ദൈവവിശ്വാസികളുമായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ രൂപം കാണാനും, അല്ലെങ്കിൽ അവരുടെ മാലാഖമാരായിട്ട് സംസാരിക്കുന്നതായിട്ടും, അതുകൂടാതെ ഒരു പ്രകാശ വലയത്തിൽ അവർ ചെന്ന് പെടുന്നതായിട്ടും അവർക്ക് ചില ഇത് തോന്നാറുണ്ട്. അങ്ങനെ ചില മായ കാഴ്ച അവർക്ക് വരാറുണ്ട്. ചിലര് പറഞ്ഞു കേൾക്കുന്നുണ്ട്, പച്ച നിറഞ്ഞ സ്ഥലങ്ങൾ കാണുമെന്നാണ് പറയുന്നത്. നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ കാണും, പൂന്തോട്ടങ്ങൾ കാണും, നദികൾ കാണും എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ശാന്തമായ ഒരു സ്ഥലം, ഇതൊക്കെ അവര് ഒരു നല്ലൊരു ശാന്തമായ സ്ഥലത്ത് അവർ ചെന്ന് പെടുന്നതായിട്ടൊക്കെ അവരുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടാവും, അല്ലെങ്കിൽ തോന്നുന്നതായിട്ട് അവർ മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. പിന്നെ ചിലവർക്ക് അവര് നായകളെ കാണും, പട്ടി വരുന്നതായിട്ട് കാണും. പട്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി, അതായത് ഓലിയിടുന്നതായി കേൾക്കുന്നതായി പറയും. ഈ നായകൾക്ക് ഒരു ഇതുണ്ട്, അദൃശ്യ ശക്തികളെ കാണാൻ സാധിക്കും ഇവർക്ക്. നമുക്ക് മനുഷ്യർക്ക് കാണാൻ സാധിക്കില്ല, നായകൾക്ക് അങ്ങനെയുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അദൃശ്യ ശക്തികളെ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരൊരു പ്രത്യേക ശബ്ദത്തിൽ ആ സമയത്ത് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അതായത് അതിനെ ഓലിയിടൽ എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ. അങ്ങനെയുള്ള സമയങ്ങളും അങ്ങനെയുള്ള കാഴ്ചകളും ഇവരുടെ മുന്നിലെത്താറുണ്ട്.
ഇങ്ങനെയുള്ള ഈ കാഴ്ചകളെ ശരീരം അതിന്റെ അവസാന നിമിഷങ്ങളിൽ മനസ്സിന് നൽകുന്ന ഒരു ശാന്തമായ ഒരു വിടവാങ്ങൽ സന്ദേശമായി ആധുനിക വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് തന്റെ ശരീരവും മനസ്സും തന്റെ അവസാന നിമിഷങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള ഒരു ബോധം ഇവർക്കുണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അത് വൈദ്യശാസ്ത്രമാണെങ്കിലും മനഃശാസ്ത്രമാണെങ്കിലും ഇങ്ങനെയാണ് അതിനെപ്പറ്റി വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഒരാൾ മരണത്തോടടുക്കുമ്പോൾ അയാളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചില മായാക്കാഴ്ചകൾ എന്നാണ് അതിനെ പറയുന്നത്. ആ മായാക്കാഴ്ചകൾ അയാൾക്ക് കാണാൻ സാധിക്കുന്നതായി പല ആൾക്കാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിച്ചതാണ്. ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഇതില് യൂട്യൂബിൽ നിങ്ങളുടെ കമന്റുകൾ ഇടണമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പൊ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.